സംസ്ഥാനത്ത് വിഷു ചന്തകൾ നാളെ മുതൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുമായി താലൂക്ക് തല ചന്തകൾ തുടങ്ങുകയാണ്. ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് കൺസ്യൂമർ ഫെഡ് ചന്തകൾ തുടങ്ങുന്നത്. എന്നാൽ ചന്ത തെരഞ്ഞെടുപ്പ് കാലത്തെ പബ്ലിസിറ്റിക്കായി ഉപയോഗിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 18 വരെയായിരിക്കും സംസ്ഥാനത്ത് വിഷു ചന്തകൾ. താലൂക്ക് തലത്തിൽ നടത്തുന്ന ചന്തകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകും. ഏതായാലും കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നാളെ ഉച്ചയോടെ തന്നെ ചന്ത ആരംഭിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗോഡൌണിൽ ഞങ്ങളുടെ സാധനം എല്ലാം നേരത്തെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 10-22 കോടി രൂപയുടെ സാധനങ്ങൾ ഇതിന് ശേഖരിച്ചിട്ടുണ്ട്. സംഘങ്ങൾ, ബാങ്കുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കുകൾ ഇല്ല എന്ന ധാരണയിൽ നിന്നതാണ്. അവരതിൻ്റെ ഒരുക്കങ്ങൾ അടിയന്തരമായി കൂട്ടി നാളെ ഉച്ചയോടുകൂടി തന്നെ ചന്ത ആരംഭിക്കും. റംസാൻ വിഷു ചന്തയ്ക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ചന്ത തുടങ്ങാൻ തീരുമാനിച്ച സമയമാണ് അസ്വസ്ഥതയുണ്ടാക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ കുറ്റം പറയാനാകുമെന്നും ഹൈക്കോടതി കൺസ്യൂമർ ഫെഡിനോട് ചോദിച്ചു. മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ചന്തയ്ക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ തീരുമാനമെടുത്തുവെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. തുടർന്നാണ് ഉത്സവചന്ത നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകിയത്. ഉത്സവചന്തയ്ക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് നടപടി. ഉത്സവചന്ത തെരഞ്ഞെടുപ്പ് കാലത്തെ പബ്ലിസിറ്റിക്കായി ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവും ഹൈക്കോടതി നൽകി. റിപ്പോർട്ടർ, കൊച്ചി.